എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിതത്തിലുണ്ടായ മാറ്റം, ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി കേരളം മാറിയ വൻകിട വികസന പദ്ധതികൾ, നമ്മുടെ നാട് ഭൂമിശാസ്ത്രപരമായ അതിർത്തികളെ പോലും മറികടന്ന് ലോകത്തിന്റെ മുൻപിൽ ഒരു വിസ്മയ തുരുത്തായി വളർന്നു വരികയാണ്. കേരളം കഴിഞ്ഞ 10 വർഷം കണ്ട മഹത്തായ വൻകിട വികസന പദ്ധതികളും ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായ എണ്ണിയാലൊടുങ്ങാത്ത ക്ഷേമ പദ്ധതികളും, ഇത് രണ്ടും ഒരേ സമയം സമന്വയിപ്പിക്കാനായി എന്നതാണ് കേരളത്തിന്റെ വിജയം. 62 ലക്ഷം വരുന്ന മലയാളി പ്രതിമാസം 2000 രൂപ പെൻഷൻ കൈപ്പറ്റുന്നു. ഒരു ചെറിയ കാര്യമല്ല. ഇന്ത്യയിൽ മറ്റെവിടെയും ഇങ്ങനെയില്ല. പ്രധാനമന്ത്രിയുടെ നാട്ടിൽ 2000 രൂപ പെൻഷൻ ഇല്ല. അയൽ സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും അതില്ല. കോൺഗ്രസിന്റെയും BJP-യുടെയും അജണ്ടയിൽ അങ്ങനെയൊന്നില്ല. ഇത് തുടരണമെങ്കിൽ ഇടതുപക്ഷം ഇനിയും കരുത്താർജിക്കണം. ഇപ്പോഴിതാ ചരിത്രത്തിലാദ്യമായി വീട്ടമ്മമാരുടെ പെൻഷൻ യാഥാർത്ഥ്യമായി. കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച വീട്ടമ്മമാരുടെ എല്ലാം അക്കൗണ്ടിൽ കാശെത്തി. അപേക്ഷ ഇനിയും സ്വീകരിക്കും. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ്. അപേക്ഷിച്ച മുഴുവൻ പേർക്കും അക്കൗണ്ടിൽ കാശെത്തി. ആരെങ്കിലും വിചാരിച്ചിരുന്നുവോ വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്നത് വരെ 1000 രൂപ പ്രതിമാസ സ്റ്റൈപ്പൻഡ് കിട്ടുമെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. 35 വയസ്സായ വീട്ടമ്മമാർക്ക്, ലക്ഷക്കണക്കിന് വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടും എന്ന് ഒരു പുതിയ അനുഭവമായി കേരളം തിരിച്ചറിയുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തിഗതമായ ക്ഷേമം ലഭ്യമാവുന്ന പദ്ധതികൾ 5 ലക്ഷം കുടുംബങ്ങൾക്കാണ് സ്വന്തം വീടെന്ന സ്വപ്നം സഫലമായ. ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെന്ന് കണക്കാക്കിയാൽ 20 ലക്ഷം മനുഷ്യർ സ്വന്തം വീട് എന്നതൊരു സ്വപ്നം മാത്രമായി കൊണ്ടു നടന്നവർ അതിപ്പോ യാഥാർത്ഥ്യമായി. ഈ സർക്കാരിനെ വിമർശിക്കാൻ, കുറ്റപ്പെടുത്താം. പക്ഷേ 20 ലക്ഷം മനുഷ്യർക്ക് സുരക്ഷിതമായ വീട് നിർമ്മിച്ചു നൽകിയ ഒരു നാട്, ഒരു സർക്കാർ ലോകത്ത് മറ്റെവിടെയാണുള്ളത്? വൻകിട വികസന പദ്ധതികൾ വേറെ. വിഴിഞ്ഞം പോർട്ട് പോലെ, കേഫോൺ പോലെ, ദേശീയപാത വികസനം പോലെ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, കേഫോൺ, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചിയിടമൺ പവർ ഹൈവേ, അങ്ങനെ നീണ്ടുപോകും. ആധുനിക മുഖം നൽകി കേരളത്തിന്. നമ്മുടെ നാട് മറ്റു പ്രദേശങ്ങളെ അസൂയപ്പെടുത്തും വിധം വളരുകയാണ്. പാലാ നാരായണൻ നായർ പണ്ടെഴുതി, കേരളം വളരുന്ന പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ എന്നാണ്. മറ്റു രാജ്യങ്ങളിൽ, അന്യദേശങ്ങളിൽ കേരളത്തിന്റെ യശസ്, കീർത്തി, നമ്മുടെ നാട് അറിയപ്പെടുകയാണ്. കഴിഞ്ഞ ഒരു കൊല്ലം കേരളത്തിലേക്ക് കടന്നു വന്ന സഞ്ചാരികളുടെ എണ്ണം 2,30,00,000 എന്ന് വെച്ചാൽ മൂന്നാറും കോളവും തേക്കടിയും കുമരകവും കാണാനായി മാത്രം വന്നവരല്ല. ഈ കേരളത്തെ കുറിച്ചറിയാൻ, നമ്മുടെ നാടിനെ കുറിച്ച് പഠിക്കാൻ, എന്തുകൊണ്ടാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെയും അമേരിക്കയെയും ഒക്കെ വെല്ലുവിളിക്കും വിധം ജീവിത സൂചിക വളർന്ന നാടായി കേരളം മാറിയത്, എങ്ങനെയാണ് ഈ നാട്ടിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കാനായത്, എങ്ങനെ ഈ കൊച്ചു കേരളത്തിന് 1 കോടിയിൽ പരം മനുഷ്യർക്ക് പ്രതിമാസം ക്ഷേമ പെൻഷനായും സ്റ്റൈപ്പൻഡായും സാമ്പത്തിക സഹായം കൊടുക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് കേരളത്തിന് ശിശുമരണ നിരക്കിൽ അമേരിക്കയെ കീഴ്പ്പെടുത്താനായത്, എങ്ങനെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തോട് ചേർന്നു നിൽക്കുന്ന നാടായി ഈ കേരളം മാറി. അതും പട്ടിണി മരണങ്ങളുടെ കാര്യത്തിൽ നാണിപ്പിക്കുന്ന നിലയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ ഇന്ത്യയിൽ. അതാണ് പ്രത്യേകത. ഇപ്പോഴും നമ്മുടെ രാജ്യം ആഗോള വിശപ്പ് സൂചികയിൽ 102-ാം സ്ഥാനത്താണ്.
വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളും കേന്ദ്ര ഭരണാധികാരികളും നടത്തുന്ന ഉള്ളുകൊള്ളയായ അവകാശവാദങ്ങൾക്കപ്പുറം ആധികാരികമായ സ്ഥിതിവിവരക്കണക്കുകൾ ഇന്ത്യയെ അടയാളപ്പെടുത്തുന്നു. ഐക്യരാഷ്ട്രസഭയുടെയും മറ്റും മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന ഗൗരവകരമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടികയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് അഥവാ ആഗോള വിശപ്പ് സൂചിക. ഒരു ആഗോള പട്ടിണി പട്ടികയാണ്. അതിൽ 123 രാജ്യങ്ങളാണ് ആകെ ഉള്ളത്. ആ 123 രാജ്യങ്ങളിൽ 102ാം സ്ഥാനത്താണ് നാം. എന്ന് വെച്ചാൽ ലോകത്തിൽ പട്ടിണി ഗൗരവമായി തുടരുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പുറകിലാണ് നാം. പട്ടിണി കിടന്ന് മനുഷ്യൻ മരിച്ചു പോകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പട്ടിണി എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ മുഖം ശ്രദ്ധിക്കുകയായിരുന്നു. ആർക്കും ഒരു ഭാവവ്യത്യാസവും ഇല്ല. കാരണം എന്താണ്? പട്ടിണി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കു മാത്രമാണ്. ഒരു വാക്ക്, ഒരു അനുഭവമല്ല. ഈ ഇരിക്കുന്ന നമ്മൾ ആരെങ്കിലും അടുത്ത കാലത്ത് പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇല്ല. പ്രാരാബ്ദമൊക്കെ ഉണ്ടാവും, സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ടാവും. പക്ഷെ പട്ടിണി കിടക്കേണ്ട സ്ഥിതി നമുക്കില്ല. അത് പരിഹരിക്കാൻ പറ്റി. എന്നാൽ ഇന്ത്യയിൽ മറ്റിടങ്ങൾ ഇങ്ങനെയല്ല. ആഴ്ചകളോളം പട്ടിണി കിടക്കേണ്ടി വരുന്ന ഗതികേട്, അതിദാരിദ്ര്യം, വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്ന മനുഷ്യർ. ആഴ്ചകൾ പിന്നിടുമ്പോ ആരോഗ്യം ക്ഷയിക്കും, അസുഖം ബാധിക്കും, മരിച്ചു പോകും. അതാണ് ഇന്ത്യ. പട്ടിണിപ്പാവങ്ങളുടെ ശവപ്പറമ്പായ ഇന്ത്യയിൽ പക്ഷേ ഈ കൊച്ചു കേരളം പട്ടിണിയില്ലാത്തൊരു നാടായി, പെൻഷൻ കിട്ടുന്ന നാടായി, ആശുപത്രികൾ മെച്ചപ്പെട്ടു, പള്ളിക്കൂടങ്ങൾ ലോകോത്തര നിലവാരത്തിലെത്തി, ക്ലാസ് മുറികൾ സ്മാർട്ടായി, എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു നാടായി നമ്മുടെ നാട് പുരോഗമിക്കുകയാണ്. ഇതിനെയെല്ലാം എതിർക്കുന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്.